തമിഴ്നാട് ഇപ്പോൾ ചാവക്കാട് ബിനോയ് തോമസിന് മൃതദേഹം ചാവക്കാട് സ്വദേശി കുവൈറ്റിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് മൃതദേഹം ഇപ്പോൾ ചാവക്കാടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ എല്ലാ ആദരവോടുകൂടിയും അവർക്ക് അർഹമായ യാത്രയയപ്പാണ് നമ്മുടെ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. 10:30 കൊച്ചി വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് എങ്ങും. കുവൈറ്റിലെ മംഗഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്ന് കുവൈറ്റ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിരുന്നു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്ന് കുവൈറ്റ് അഗ്നിരക്ഷാ സേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്ന് കുവൈറ്റ് അഗ്നിശമന സേന പ്രസ്താവനയിൽ അറിയിച്ചു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇത്തരത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീപടരാൻ ഇടയാക്കിയിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൗസാവി പറഞ്ഞത്. മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ കത്തിയത് വലിയ പുകയുണ്ടാക്കി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. 6 നില കെട്ടിടത്തിൽ 24 ഫ്ളാറ്റുകളിലെ 72 മുറികളിലായി 196 പേരാണ് താമസിച്ചിരുന്നത്. ഇതിൽ 20 പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നതിനാൽ സംഭവ സമയത്ത് 176 പേരാണ് ഈ ക്യാമ്പിൽ താമസിച്ചിരുന്നത്. കെട്ടിടത്തിൻ്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാൻ സാധിച്ചില്ല. വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണവരും ഉണ്ടായിരുന്നു. ഈ തരത്തിൽ അപകടമുണ്ടായ സമയമാണ് പ്രധാനമായും ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയത്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിവെച്ച്, ഒരുപാട് കാര്യങ്ങൾ ബാക്കിവെച്ചാണ് ഈ മരണപ്പെട്ടവർ സ്വന്തം നാട്ടിലേക്ക് ഇപ്പോൾ ജീവനില്ലാതെ തിരിച്ചു വരുന്നത് എന്നതാണ്. അത് വളരെ സങ്കടകരമായ, ദുഃഖകരമായ അന്തരീക്ഷമാണ് ഓരോ സ്ഥലങ്ങളിലും, ഓരോ ജന്മനാട്ടിലെ ഓരോ പ്രദേശങ്ങളിലും. കാരണം ഇവരൊക്കെ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ടവരായ ആളുകളാണ്. തൃശ്ശൂർ ചാവക്കാട് എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചാവക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ജന്മനാടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10:30 ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ പൊതുദർശനത്തിനും അടക്കം വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിൽ വരുന്നത്, ഇപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിയത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിൻ്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. രാവിലെ 12 മണിയോടെ എത്തിച്ച മൃതദേഹം പ്രത്യേക റോഡ് മാർഗമാണ് ഈ വീട്ടിലേക്ക്, തൃശ്ശൂരിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ശുശ്രൂഷ കുന്നംകുളം വി നാഗൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ല എന്ന കുടുംബത്തിൻ്റെ പരാതി പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറാണ് വെളിപ്പെടുത്തിയത്. തീപിടുത്തം നടന്ന ഫ്ളാറ്റിൽ ബിനോയ് ഉണ്ടായിരുന്നു. 5 ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തിയത്. തീപിടുത്തം നടന്ന ദിവസം കുവൈറ്റിലെത്തിയതിന് ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും
അപകടം നടന്നതിന് ശേഷം ബിനോയിയെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. തുടർന്നാണ് വിവരങ്ങൾ നോർക്കയ്ക്ക് കൈമാറിയപ്പോഴാണ് ബിനോയ് മരിച്ച വിവരം വീട്ടിൽ അറിയുന്നത്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ബിനോയിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ചാവക്കാട്, സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽപ്പെട്ട ചാവക്കാടാണ് ഈ ബിനോയ് തോമസിൻ്റെ ഭവനം എന്നുള്ളതാണ്. ഇപ്പോൾ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അവിടെ എത്തിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ബന്ധുക്കളടക്കം നിരവധി ആളുകൾ, നാട്ടുകാരടക്കം നിരവധി ആളുകൾ അവിടെ ഉണ്ട്. 5 ദിവസം മുമ്പ് മാത്രമാണ് ബിനോയ് കുവൈറ്റിൽ എത്തിയത്. വീട്ടുകാരുമായി ദുരന്ത ദിവസത്തിൻ്റെ അന്ന് രാവിലെയും സംസാരിച്ചിരുന്നു, അന്ന് തലേദിവസവും സംസാരിച്ചിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്, മനസ്സിലാകുന്നത്. ബിനോയെ അതിനുശേഷം കാണാനില്ലാതിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറുമായി കുടുംബം ബന്ധപ്പെടുകയും നോർക്ക വഴി ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്തത്. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയാണ്. സാധനം പിടിച്ചില്ലേ, ബാക്കിയുള്ള ആളുകളൊന്ന് മാറി ഓപ്പൺ ചെയ്യട്ടെ. മഞ്ഞ് വരുന്നതാണോ? രണ്ടെണ്ണം കേട്ടോ പൈസ. രണ്ടെണ്ണം പറഞ്ഞ കൊടുക്ക്, ബിനീഷ് കൊടുക്ക്. എടുത്തോ എടുത്തോ. അതിൽ കൂടെ വന്നിട്ട് തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിൻ്റെ മൃതദേഹം ചാവക്കാട് ജന്മനാട്ടിൽ എത്തിച്ചു. അല്പസമയം മുമ്പാണ് ജന്മനാട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്നെ തുടരണം. ഇടവേളയ്ക്ക് ശേഷം.